ഇത് ടോട്ടലായിട്ട് ഏകദേശം 2.86 ഏക്കർ വരുന്ന ഒരു ലാൻഡാണ് കേട്ടോ. നമുക്ക് അതിനകത്തൊരു വീട് ഉൾപ്പെടെ ഉണ്ട്. ഇന്ന് ഇവിടുത്തെ ഒരു വിളവെടുപ്പാണ്. നോക്കി, ഇവിടെ നിന്ന് കൃഷി ചെയ്യുന്ന കുരുമുളകാണ്. ഇത് മാത്രമല്ല, ഒത്തിരിയധികം ഫലവൃക്ഷങ്ങൾ, റബ്ബർ, അങ്ങനെ എല്ലാം അടങ്ങുന്ന ഈ കാണുന്ന ഒരു വീട് ഉൾപ്പെടെയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത്. തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനും കൂടെയാണ്. അതായത് വട്ടപ്പാറ ജംഗ്ഷൻ കഴിഞ്ഞ് തൊട്ടടുത്തായിട്ട് വേറ്റനാട് ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ വീണ്ടും കുറച്ചൊന്ന് മുന്നിലോട്ട് വരുമ്പോൾ വലത്തോട്ട് ആയിരവല്ലി തമ്പുരാൻ ക്ഷേത്രത്തിലേക്ക് ഒരു ആർച്ച് കാണുന്നുണ്ടാവും. അതിനകത്തേക്ക് കയറി ഏകദേശം 1 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം. ടോട്ടലായിട്ട് 2.86 ഏക്കറാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത്. ഇതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം. നേരിട്ട് ഉടമയായിട്ടുള്ള ഡീലാണ്. നല്ലൊരു ചെറിയ പ്രൈസിന്, അതായത് സിറ്റിയിൽ നിന്ന് വളരെ അടുത്തായിട്ട് നിങ്ങൾക്ക് ഒരു ഫാം ലാൻഡൊക്കെ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ്. അതുപോലെ നമുക്കിതാ ഇതിൽ താഴെ കാണുന്ന ആ റോഡ് കണ്ടോ, ആ റോഡിൽ നിന്നാണ് നമുക്കിപ്പോൾ നിലവിലെ എൻട്രൻസ്. ഇതുപോലെ നമുക്കിതിൻ്റെ പിൻവശത്തുള്ള തട്ടിനാണെങ്കിൽ അടുത്തൊരു എൻട്രൻസ് കൂടെ ഉണ്ട്. അതായത് അവിടെ നല്ല വീതിയുള്ള ഒരു വഴിയും കൂടെ ഉണ്ട്. അതുകൊണ്ട് 2 വഴിയും നമുക്ക് പ്രയോജനപ്പെടുത്തി പ്രോപ്പർട്ടി പൂർണ്ണമായിട്ടും ഉപയോഗപ്രദമാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കാണാം. നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യുക. തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്നത്, അതായത് നമ്മുടെ വട്ടപ്പാറയ്ക്ക് അടുത്തായിട്ടാണ് ഏകദേശം 2.86 ഏക്കർ സ്ഥലം വരുന്നത്. ഫുള്ളായിട്ട് നമുക്ക് ഇതിനകത്ത് പല രീതിയിലുള്ള കൃഷി ചെയ്യുന്നുണ്ട്. ഏകദേശം 2000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീട് ഉൾപ്പെടെയാണ് വിൽപ്പനയ്ക്കുള്ളത്. മാസ വരുമാനം നമുക്ക് ചിലവുകൾ കഴിച്ച് ഏകദേശം 1.5 ലക്ഷം രൂപയ്ക്ക് മേളിൽ മാസ വരുമാനം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. നമുക്ക് റിസോർട്ടായിട്ട് അങ്ങ് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പറ്റും. കാരണം ഈ പ്രോപ്പർട്ടിക്ക് 2 സൈഡിൽ നിന്നും റോഡ് ഫ്രണ്ടേജും ഉണ്ട്. ഇന്ന് നോക്കി, ഇവിടെ നിന്ന് പറിച്ചെടുത്ത കുരുമുളകിൻ്റെ വിളവെടുത്ത് അതിനെ അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഈ പുരയിടത്തിൽ പലയിടത്തായിട്ട് ഏകദേശം 1000-ന് മേളിലാണ് കുരുമുളകിൻ്റെ തൈകൾ വെച്ച് പിടിപ്പിച്ച് പല മരങ്ങളിലായിട്ട് ഇങ്ങനെ പിടിപ്പിച്ച് വിട്ടിരിക്കുകയാണ്. ഏകദേശം 1.5 ഏക്കറോളം സ്ഥലത്ത് റബ്ബർ വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് തേക്കും മരങ്ങൾ തന്നെ ഏകദേശം 200-ന് മേളിൽ തേക്കും മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം 10 വർഷത്തിൻ്റെ മേളിലൊക്കെ പഴക്കമായതാണ്. പിന്നെ ഒത്തിരിയധികം ഫലവൃക്ഷങ്ങൾ, റംബൂട്ടാൻ, മാവ്, പ്ലാവ്, അങ്ങനെയൊക്കെ ഒത്തിരിയധികം ഫലവൃക്ഷങ്ങൾ നമുക്ക് താഴെ ഏകദേശം ഒരു 30-ന് മേളിൽ വരുന്ന സ്ഥലത്ത്, 30 സെൻറ്റിന് മേളിൽ വരുന്ന സ്ഥലത്ത് ഫുള്ളായിട്ട് ജാതിക്കയും ഗ്രാമ്പും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് വരും വർഷങ്ങളിൽ വിളവെടുക്കാൻ പറ്റുന്ന കണ്ടീഷനിലാണ് ഇതെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. ഇതെല്ലാം ഉൾപ്പെടുന്ന ഈ ഒരു പ്രോപ്പർട്ടി വളരെ ചെറിയൊരു വിലയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. ഏകദേശം വളരെ തുച്ഛമായിട്ടുള്ളൊരു വിലയ്ക്ക് ഇത്രയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു പ്രോപ്പർട്ടി വാങ്ങിക്കാം. നമുക്കിതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം. നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം വട്ടപ്പാറ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും വേറ്റനാട് ജംഗ്ഷൻ MC റോഡ് വഴി വരുമ്പോൾ വേറ്റനാട് ജംഗ്ഷൻ കഴിഞ്ഞ് വീണ്ടും കുറച്ചുകൂടെ മുന്നിലേക്ക് വരുമ്പോൾ വലത്തോട്ട് ആയിരവല്ലി തമ്പുരാൻ ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ആർച്ച് കാണാൻ സാധിക്കും. അതുവഴി ഏകദേശം 1.2 കിലോമീറ്റർ വരുമ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടി എത്തുന്നുണ്ടാവും. ആ കാണുന്ന റോഡ് ഫ്രണ്ടേജാണ്. താഴെ നിന്ന് നമുക്ക് ആ റോഡ് ഫ്രണ്ടേജിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എൻട്രൻസ് വരും. നമുക്ക് 2-3 തട്ടുകളായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ കിടപ്പ് കേട്ടോ. അപ്പുറത്തിരിക്കുന്ന വീട് നമ്മുടേതല്ല, അത് ഇതിൻ്റെ ഉടമയുടെ തന്നെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ്. അപ്പോൾ അതിലേക്ക് വേറെ എൻട്രൻസും ഉണ്ട്. അവരിത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് ഇവിടെ ഒരു ഗേറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ആ ഗേറ്റ് ക്ലോസ് ചെയ്യുന്നുണ്ടാവും, കാരണം ആ പ്രോപ്പർട്ടി സെയിലിനില്ല. നമുക്കിതാ ഈ വീട് ഉൾപ്പെടുന്ന പ്രോപ്പർട്ടിയാണ് സെയിലിനുള്ളത്. നമുക്ക് ഇതേ കണക്കൊരു റോഡ് ഫ്രണ്ടേജ് ഇതിൻ്റെ മേളിൽ റബ്ബർ വെച്ചിരിക്കുന്നതിൻ്റെ മേളിലും നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ അതിൻ്റെ ഒരു ഡ്രോൺ വിഷ്വൽ ആഡ് ചെയ്തേക്കാം, അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ താഴത്തെ നിലയിൽ ഇവിടെ ഇതിൻ്റെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പണിക്കാർ താമസിക്കുവാണ്. അപ്പോൾ അത് ഫുള്ളായിട്ട് ഇപ്പോൾ ആൾക്കാരൊക്കെ ഓക്കുപ്പൈ ആയതുകൊണ്ട് ഞാൻ അകം കാണിക്കുന്നില്ല. മേളിലത്തെ നിലയിൽ ഇതിൻ്റെ ഉടമയൊക്കെ വരുന്ന സമയത്ത് അദ്ദേഹം താമസിക്കുന്ന ഒരു മുറിയാണ്. അത് ഞാൻ കാണിച്ചു തരാം. വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണറുണ്ട്. ഇതും നമ്മുടെ താഴത്തെ നിലയിലുള്ള അവരുടെ അടുക്കളയും സെറ്റപ്പും ഒക്കെയാണ് കേട്ടോ. മേളിലത്തെ നിലയിലേക്ക് കയറാൻ നമുക്ക് ഇതുപോലെ സൈഡിലൂടെ വേറെ സ്റ്റേഴ്സാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. മേളിൽ നമുക്ക് അത്യാവശ്യം വന്ന് റിലാക്സ് ചെയ്യണം, ഒരു ടീമൊക്കെ ആയിട്ട് വന്നൊരു ഔട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സ്പേസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഇതുപോലെ വലിയൊരു സ്പേസാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഭാഗത്തായിട്ടൊരു അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളൊരു ബെഡ്റൂം. നമുക്ക് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നൊരു പാർട്ടിയൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നത് പോലെ ഒരു ബാൽക്കണി സ്പേസും വരുന്നുണ്ട്. ബാൽക്കണി എന്നുള്ള വിഷ്വൽ ഈ രീതിയിലാണ് വരുന്നത്. ശരിക്കും സിറ്റിയോട് ചേർന്ന് നമുക്കൊരു റിസോർട്ടൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റുന്നൊരു ലൊക്കേഷനാണ്. ഈ കാണുന്നുണ്ട്, ഒത്തിരിയധികം ഫലവൃക്ഷങ്ങളാണ്. നമുക്കിവിടെ എവിടെയൊക്കെ എന്തൊക്കെ വെക്കാൻ പറ്റുമോ അതെല്ലാം തന്നെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ആ രീതിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്.
നമ്മുടെ താഴത്തെ റോഡിൽ നിന്ന് ഇങ്ങനെ കറങ്ങി വണ്ടി ഇങ്ങനെ മേളിൽ കയറി വരാവുന്ന രീതിയിലുള്ള പ്രൊവിഷൻ എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏത് വണ്ടി വേണമെങ്കിലും കൊണ്ടുവരാം. അതുപോലെ തന്നെ മേളിലും നമുക്ക് വണ്ടി വരാനുള്ള പ്രൊവിഷൻ ഉണ്ട്. മേളിലും ഇതുപോലെ തന്നെ ഒരു വഴിയുള്ളത് കൊണ്ട് തന്നെ ആ രീതിയിൽ പ്രൊവിഷൻ ഉണ്ട്. ഇന്നിപ്പം നമുക്ക് എടുത്ത റബ്ബർ വിളവെടുപ്പാണ്. ഇന്ന് ഏകദേശം ഒരു 15 ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. നോർമലി ഒരു 20-നും 25-നും ഇടയിലുള്ള ഷീറ്റ് നമുക്ക് ഡെയിലി കിട്ടുന്നുണ്ടാവും. നമുക്കിവിടുത്തെ ഒരു പണിക്കാരുടെ എല്ലാം ചിലവ് പോകെ ഞാൻ ഈ പറഞ്ഞൊരു വരുമാനം കിട്ടും കേട്ടോ. അതുപോലെ കുരുമുളകിൻ്റെയൊക്കെ സീസണാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഇൻകം നമുക്ക് കുരുമുളകിൽ നിന്ന് തന്നെ മാത്രം കിട്ടുന്നുണ്ടാവും. ഈ ഭാഗത്തായിട്ട് റബ്ബറിൻ്റെ പുകമുറിയും അതിൻ്റെ മെഷീനും എല്ലാം ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യത്തിനും പുറത്തൊന്നും പോകണ്ട, ഇവിടെ വെച്ച് തന്നെ അതിൻ്റെ കാര്യങ്ങളും ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതെല്ലാം നോക്കാനായിട്ട് പണിക്കാരുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിതെല്ലാം ഇനി ഈ പ്രോപ്പർട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ തന്നെ നോക്കാൻ ഏൽപ്പിച്ചാൽ മതി. അവരുടെ ചിലവും അതുപോലെ നമുക്കൊരു വരുമാനവും കിട്ടും. നമുക്കിവിടെ വന്നിരുന്ന് റിലാക്സും ചെയ്യാം. ഒരു ചെറിയ രീതിയിലുള്ള ഒരു റിസോർട്ട് സെറ്റപ്പൊക്കെ ചെയ്യാനായിട്ട് പറ്റിയൊരു ലൊക്കേഷനാണ്. ഇവിടെ നിന്നിനി നമുക്ക് അടുത്ത തട്ടിലേക്ക്, അവിടെയാണ് റബ്ബറെല്ലാം വെച്ചിട്ടുള്ളത്. അങ്ങോട്ടേക്ക് കയറാവുന്ന രീതിയിൽ ഇതുപോലെ സ്റ്റെപ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ കാണുന്ന എല്ലാ മരങ്ങളിലേക്കും ഇതുപോലെ കുരുമുളക് തൈകൾ നട്ടുപിടിപ്പിച്ച് അതിലേക്ക് പടത്തി വിട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ 1000-ന് മേളിൽ കുരുമുളകിൻ്റെ കൊടികളാണ് നമുക്കിതിനകത്തുള്ളത്. പ്രോപ്പർട്ടിയുടെ ചുറ്റും ഇങ്ങനെ മരം വരുന്ന രീതിയിൽ അകത്തായിട്ട് നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസാണ് കേട്ടോ. ഒരു പാർട്ടി ഏരിയ പോലെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ്. ഇവിടെ വന്നിരുന്ന് റിലാക്സ് ചെയ്യാം. ഇവിടെ വന്നൊരു ബാർബിക്യൂ ഒക്കെ നമുക്ക് ബാർബിക്യൂ പാർട്ടിയൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നടത്താം. ഇനി അതല്ല ഒരു പൂൾ പാർട്ടി നടത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് പൂൾ പാർട്ടി നടത്താം. അതിനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനകത്തുള്ളൊരു സ്വിമ്മിംഗ് പൂളാണ്. അപ്പോൾ ഇപ്പോഴും ഉപയോഗിക്കാത്ത കാരണം ഇതിൽ വെള്ളം ഫില്ല് ചെയ്തിട്ടില്ല. അവിടെ നിന്ന് ഒരു ഫൗണ്ടെയിൻ കണക്ക് സെറ്റ് ചെയ്ത് വെള്ളം ഇതിനകത്ത് വന്ന് വീഴും. ആ രീതിയിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇവിടെയൊക്കെ കുറേ ദൂരം ഈ തട്ടുകളിലെല്ലാം റബ്ബർ വെച്ചിരിക്കുവാണ്. അതുപോലെ തന്നെ എല്ലായിടത്തും നമുക്കിതാ ഇതുപോലെ CCTV സർവൈലൻസിനാണുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ലോകത്തിൽ എവിടെ ഇരുന്നാലും നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ എന്ത് കിടക്കുന്നു, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ പലയിടത്തും ഇതുപോലെ റബ്ബറൊക്കെ വെട്ടാനായിട്ട് നമ്മൾ പല ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് പോകും. ഇവരാണെങ്കിൽ ഒരു ദിവസം ഇത്രയും മരം വെട്ടത്തില്ല, എന്നിട്ട് പാല് കുറവാണ്, ഇങ്ങനെയൊക്കെയുള്ള കംപ്ലയിൻ്റ് ആയിരിക്കും പലരും പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മരവും വെട്ടുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന രീതിയിൽ എല്ലായിടത്തും ക്യാമറ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ നിൽക്കുന്ന പണിക്കാർക്ക് കള്ളം പറയാൻ പറ്റത്തില്ല. എല്ലാ ഇതും കറക്റ്റായിട്ടുള്ള ജോലി കൃത്യമായിട്ടും ചെയ്തേ മതിയാവുള്ളൂ. ഇത് കഴിഞ്ഞ് മേളിലോട്ട് വീണ്ടും പോകാം കണ്ടോ. ആ വേലി കഴിഞ്ഞിട്ട് അപ്പുറത്തെ ഫുള്ളായിട്ട് നമുക്കിതുപോലെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിലേക്കെല്ലാം ഒത്തിരിയധികം തേക്ക് മരങ്ങൾ 200-ന് മേളിൽ തേക്ക് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല മുളക് അവിടെ എല്ലാം തന്നെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് കാണാം. പിന്നെ ഇതിൻ്റെ ഇടയിലായിട്ട് ഒത്തിരിയധികം ഫലവൃക്ഷങ്ങളുണ്ട്. അതിപ്പോൾ പ്ലാവുണ്ട്, പറങ്ങിമാവുണ്ട്, ഇതുണ്ട് നമ്മുടെ റംബൂട്ടാൻ തന്നെ ഒത്തിരിയധികം മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ആ രീതിയിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിച്ച് ഡീലാക്കാം. നമുക്ക് ടോട്ടലായിട്ട് 2.86 ഏക്കറാണ് വരുന്നത്. അതിൽ നമുക്ക് ഈ തട്ടുകളായിട്ട് ഇങ്ങോട്ട് കാണുന്ന വസ്തുവിന് ഇനി മേളിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു വഴി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ വഴി നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അതുപോലെ താഴത്തെ വഴി ഉപയോഗപ്പെടുത്താം. ഇനി അതുപോലെ തന്നെ നമ്മുടെ ആ വഴിയുടെ മറുവശം അവിടെ ഒരു നിരന്നൊരു സ്ഥലം ഏകദേശം 30 സെൻറ്റിന് മേളിലുണ്ട്. അതിനൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് വില എന്ന് പറയുന്നത് ഏകദേശം 1.5 ലക്ഷം രൂപ വിലയുള്ള ഒരു ലൊക്കേഷനാണ്. കാരണം അത് നല്ല നിരന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു റിസോർട്ടൊക്കെ സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാർക്കിംഗ് ആയിട്ട് ആ സ്പേസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. പക്ഷേ അത് ഉൾപ്പെടെയാണ് നമ്മളിതിനകത്ത് വില പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് ഇതുപോലൊരു പ്രോപ്പർട്ടി എടുത്ത് നമ്മളിതുപോലെ സെറ്റ് ചെയ്തൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിലുള്ള കോസ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഇതിനകത്ത് കയറി വരാനുള്ള സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട്, സ്വിമ്മിംഗ് പൂള്, എല്ലാവിധ സൗകര്യങ്ങളും ചെയ്ത് ചെടികളെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഡേ 1-ൽ നിന്ന് തന്നെ നമുക്കിതിൽ നിന്നൊരു ഇൻകം കിട്ടുന്നുണ്ടാവും. ആ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ്. ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് 90,000 രൂപയാണ്. പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ നേരിട്ട് ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്.